ഈ റോഡ് അവർക്കൊരു ക്യാൻവാസ് ആണ്. അതിലവര് മലകൾ, നദികൾ, പുഴകൾ, എനിക്ക് അമ്മേ ബെസ്റ്റ് ഒന്നുമില്ല. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ഗവൺമെന്റിനോട് പ്രത്യേക നന്ദിയാണ് നമുക്ക്. എന്റെ പൊന്നോ, ഇനി ഇങ്ങനത്തെ റോഡുകൾ കേരളത്തിലെ മറ്റുള്ളവർക്കും ഒരു സമ്മാനം പോലെ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നാണെങ്കിൽ എനിക്ക് പ്രാന്തളക്കിട്ടാണ് നിൽക്കുന്നത്. ഒരു ബന്ധമില്ല. അപ്പൊ എന്നെ മീറ്റിംഗ് തൂറാൻ മുട്ട നിർത്തുകൊണ്ടിരിക്കണം. ഇത് ഇല്ല, നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ മേലെ കയറി പോകുന്നതാണ് എൻ്റെ ഓഫീസ് ബിഹൈൻഡ് വുഡ് സൈസ്. നമ്മുടെ ജിഷാദക്ക എന്തോ പറയാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്കാണ്. ഇതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായ നാട്. ഇവിടെയാണ് ഷൂട്ട്. ഫുഡ് കഴിച്ചാലേ ജിഷാദക്ക നമുക്ക് പോവല്ലേ? Good morning guys. Good morning guys. Very bad morning guys. Good morning. ഞാൻ എണീറ്റു. ഞാൻ as I said today should be a more energetic day because എനിക്ക് ഇന്ന് വർക്ക് ഉണ്ട്. പക്ഷെ എപ്പോഴാണ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. സോ അവർ പറയും, ഞാനപ്പോൾ വേണം എനിക്കൊന്ന് റെഡി ആവാൻ. സോ ടുഡേ ഞാൻ ഇന്നലെ കഴിച്ച നമ്മുടെ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫ്ലാറ്റ് നൂഡിൽസ് ആൻഡ് സോസേജസ് ഒക്കെ. പക്ഷേ വി മിസ് ജോ ആൻഡ് കുഞ്ഞു ഹിയർ. അവരവിടെ എന്താ ചെയ്യണമെന്ന് അറിയില്ല. ആൻഡ് കുഞ്ഞുവിന് മോസ്റ്റ് പ്രോബ്ലി കുറേ പണി ഉണ്ടാവും. കാരണം അനിയത്തി ഇന്ന് പണി ഉണ്ടാവില്ല, മേ ബി നാളെ. കാരണം ഇന്നാണ് അച്ഛനും അമ്മയും ട്രിവാൻഡ്രം പോകുന്ന, അമ്മയും ഹോസ്പിറ്റലിൽ. സോ എന്തോ ലൈക്ക് വെറുതെ തല്ലുവിടാനും എന്തെങ്കിലും കോളിടാനൊന്നും ഇവിടെ ആളില്ലാത്തതിൻ്റെ ഒരു വിഷമം, അതാണ് മെയിനായിട്ട്. അപ്പോൾ ഇന്ന് പ്രിപ്പറേഷൻ ചെയ്യാൻ പോവാണ്. അല്ലാതെ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത് അവിടെ നിന്ന് വന്നതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞ ഒരുത്താൻ കുറച്ച് ഫണ്ട് എനിക്ക് തരാനുണ്ട്. അപ്പം അവനെ വിളിച്ചിട്ടാണ് ഈ ഫോൺ എടുക്കുന്നില്ല. ഇതിപ്പം 1 വർഷത്തിന് മേലെ ഈ പൈസ തരാന്ന് പറഞ്ഞിട്ട് നടക്കുന്നു. പിന്നെ എങ്ങാനും നമ്മള് ഫണ്ട് ചോദിച്ചാൽ അത് എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കടം ചോദിക്കുന്ന പോലെയാണ് മച്ചാൻ എൻ്റെ അടുത്ത് വർത്താനം പറയാം. അപ്പൊ ഇന്നാണെങ്കിൽ എനിക്ക് ഭ്രാന്തളക്കി, സത്യം നല്ല ഭ്രാന്തളക്കിട്ടാണ് നിൽക്കുന്നത്. ഇത് നല്ല ദേഷ്യം വരുന്നുണ്ട്. വിളിച്ചപ്പോ ഫോൺ എടുക്കുന്നില്ല. കുറെ വട്ടായി ഞാൻ വിളിക്കണു. ഓക്കെ ഫൈൻ, അതിലോട്ടെ പോയിട്ട് പല്ലേക്കട്ടെ, അമ്മേനൊന്ന് പോയി കാണട്ടെ. എണീറ്റിട്ട് ആക്ച്വലി 1 മണിക്കൂറായി. വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഈ ഗുഡ് മോർണിംഗ് റീക്രിയേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ റീക്രിയേറ്റഡ് അല്ല. സോറി, ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു. ഇവിടെ തന്നെ കിടന്നിട്ടുള്ള കുറച്ച് ക്ലയൻസിൻ്റെ ഫോൺ കോൾസ് കാര്യങ്ങളെല്ലാം ചെയ്യായിരുന്നു. ഇന്നാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക് കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ എനിവേസ് ഇതൊന്നല്ല ഇന്നത്തെ ഹൈലൈറ്റ്, ഞാൻ പറയാം. ഞാനിന്നും വർക്ക് ഫ്രം ഹോം ആണ്. എൻ്റെ വയ്യായ കംപ്ലീറ്റ്ലി മാറാൻ വെയിറ്റ് ചെയ്യാം. നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോകുന്നതായിരിക്കും. ആൻഡ് വി ഗോട്ട് സാമി ഹിയർ ഹാവിങ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്. ഹലോ സാമി. ഓക്കെ, നമ്മൾ അടുക്കളയിൽ ഒരാളുണ്ട് കേട്ടോ. അത് കൊറിയൻ ലേഡിയെ മാറിയിരിക്കുന്നു. നൂഡിൽസ് ബ്രാൻഡ് ഞാൻ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പൊ എനിക്ക് ഐ റിയലി ലവ് ഇതിൻ്റെ പാക്കേജിങ്. ഓക്കെ, ഇറ്റ്സ് റിയലി ക്യൂട്ട്. ഇത് ഈ സാധനം ഇത് ലൈക്ക് നമ്മളിവിടെ കൂടുതലും മാഗി അങ്ങനത്തെയൊക്കെയല്ല കഴിക്കാറ്. അതിൻ്റെ പാക്കേജിങ് അത്ര ഇത് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ആകാൻ കുറച്ച് പാടാണ്. എൻ്റെ അനിയത്തി ഇന്നലെ കുക്ക്ഡ് ഇറ്റ് സോ വെൽ ആക്ച്വലി. ഞാനത് കൊള്ളാക്കും തോന്നുന്നുണ്ട്. സോറി ഗൈസ്, ഞാൻ സ്റ്റവ് ഓണാക്കിയിട്ടില്ല. വിഷ്ണു തിരിച്ച് മെസ്സേജ് അയച്ചു, വിളിച്ചു, സെറ്റാക്കാൻ എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് സ്വത്ത് വരും. ബൈ ദ ബൈ, സ്വത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മയുടെ അമ്മ കേട്ടോ, ഞങ്ങൾ അമ്മയുടെ അമ്മയെ സ്വത്ത് എന്നാണ് വിളിക്കാം.
സോ വലിയ സുഖമൊന്നുമില്ല. അവരൊക്കെ എന്താ പറഞ്ഞ ചെയ്യണമാവോ, അവരെ എണീറ്റിട്ട് പോലും ഉണ്ടാവില്ല ഈ നേരത്തെ എനിക്ക് തോന്നുന്നുണ്ട്. കിടന്ന് ഉറങ്ങുണ്ടായിരിക്കും രണ്ടെണ്ണോ. ജോ പിന്നെ മിറർ ഡെലിവറിക്ക് പോയിണ്ടാവും. തിരിച്ച് നമ്മൾ പോവാണ്. സോസേജസ് ഇട്ടു, മറ്റേ നൂഡിൽസ് ഇട്ടു, മുട്ട ഇട്ടു. ഞാൻ ആക്ച്വലി നാട്ടിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വത്തിനെ ഇന്ന് അമ്മയും അച്ഛനും കൂടിയിട്ട് RCC ട്രിവാൻഡ്രത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോവാണ്. ഇപ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല, കുഞ്ഞാറ്റന് സ്കൂളിൽ വിടാനും അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ. സോ അതിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ ആക്ച്വലി വന്നത്. അതുകൊണ്ട് എന്നാ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് കൊച്ചി പോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ടോട്ടലി എ ബാഡ് ഡേ. പിന്നെ നല്ല മഴയും വെള്ളപ്പൊക്കവും ട്രെയിനുകൾ ഓടണ്ടെന്ന് പറയുന്നു. പിന്നെ ഇപ്പം ഒന്ന് ട്രിവാൻഡ്രത്തോർക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. സോ എനിവേസ് സ്വത്തിന് ട്രീറ്റ്മെൻറ്റ് മറ്റേ കുറച്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതുവരെ തുടങ്ങിയിട്ടില്ല. 4 മണിയായി. ബട്ട് ഗുഡ് ന്യൂസ് ഇസ് ബാങ്കിൽ പോയി പൈസയുടെ കാര്യങ്ങൾ കുറേ സെറ്റാക്കി, പൈസ കുറച്ച് എടുത്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ആശേരി ചേട്ടനെ എവിടെ പോകാണ്ടെന്ന് പറയാണ്ട്. അപ്പോൾ ആളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടിട്ട് വേണം എന്താ പറയാ ആളെ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വർക്ക് തീർക്കാൻ. അപ്പോൾ ഞാൻ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണു. പിക്ക് ചെയ്യാൻ പോണത് കേരളവർമ്മ കോളേജിന്റെ അടുത്തേക്കാണ്. നിങ്ങൾ കേരളവർമ്മ കോളേജിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, തൃശ്ശൂർ. അടിപൊളി കോളേജാണ്. ബ്രേക്ക്ഫാസ്റ്റ് നല്ല വെള്ളയപ്പവും കടലക്കറിയും. വീട്ടിൽ വന്ന് 3 നേരം ഫുഡ് കിട്ടും. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. സോ ഞാൻ എൻ്റെ റിയാക്ഷൻ നോക്കാം. ഇത് ആക്ച്വലി ഇത് കുഞ്ഞ ബൗൾ, ഇത് വലിയ ബൗളാണ്. ഇത് എനിക്കിത് അവനാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. ഇതെങ്ങനെ ഞാൻ റിയാക്ഷൻ എടുക്കും? മൈ ഗോഡ്. അപ്പോൾ തൽക്കാലം വലിയ ബൗൾ കൊണ്ട് കാണിക്കാം. എന്നിട്ട് പറയാം നമുക്ക് എൻ്റെയാണ്, നിൻ്റെ ഞാൻ വേറെ തരാമെന്ന് കേട്ടോ. പക്ഷെ ഇതെന്റെയാണ് കേട്ടോ വലിയ ബോള്. അതൊക്കെ എടുക്കാൻ പറ്റില്ല, ചൂടായതുകൊണ്ട്. ഇത് കുറച്ച് സ്പേസ് ഉണ്ട് എടുക്കാം. താങ്ക് യു. ലവ് യു ടു. ഓക്കെ, ഇനി ഞാൻ കുളിച്ചിട്ട് കഴിക്കുള്ളൂ കേട്ടോ, കാരണം ഞാൻ ലേറ്റ് ആവും. പാത്രം കഴുകാണ്ട്. നമ്മുടെ കേരളത്തിലെ ഇപ്പത്തെ ഏറ്റവും ബെസ്റ്റ് റോഡ് ഏതാന്ന് ചോദിച്ചാ ഞാൻ പറയും നമ്മുടെ തൃശ്ശൂരിന്ന് കോഴിക്കോട് കേച്ചേരി വരെയുള്ള ഭാഗം. അത് അവര് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് വേറെ ലെവലാണ്. മഴയത്ത് ഒരാളിവിടെ വന്നിട്ടുണ്ട്. പോയോ? ആരത്? കള്ളൻ? എന്തിനാ വന്നെങ്ങട്? എന്നെ കൊല്ലാനാ? എന്നത്തിന് ബിഗ് കേക്ക് നോക്കി എന്ത് വാങ്ങിക്കണു കുഞ്ഞാറ്റ ബേക്കറി? ഇതാണ് ഞങ്ങൾ പറഞ്ഞ ചെറുത് സ്വത്ത്. നോക്കിയേ അവരെങ്ങനെയാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡുകൾ ഉണ്ടാക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത് ഒരു കഴിവ് തന്നെയാണ്. അത് ഈ റോഡ് അവർക്കൊരു ക്യാൻവാസ് ആണ്. അതിലവര് മലകൾ, നദികൾ, പുഴകൾ, എനിക്ക് അമ്മേ ബെസ്റ്റ് ഒന്നുമില്ല. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഗവൺമെന്റിനോട് പ്രത്യേക നന്ദിയാണ് നമുക്ക്. എൻ്റെ പൊന്നോ. ഓക്കെ ഗായ്സ്, സോ നല്ലൊരു കുളിച്ചു. ഇനി എന്നെ വിളിക്കും, ഫോണിൽ വിളിക്കും അവർ എപ്പോഴാണ് ഷൂട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇട്ട് റെഡിയായി പോകും. ഇപ്പം ഞാൻ ഡ്രസ്സ് ചെയ്തിരിക്കുന്നുണ്ട്, പിന്നെ TV കണ്ടുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ വിളിക്കുമ്പം അതിനനുസരിച്ച് പോകും. ഓക്കെ, ഇപ്പം ഇനി ഞാൻ ഉണ്ടാക്കി വെച്ച ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇപ്പോൾ വേണം കഴിക്കാൻ പോകുന്നത്. എക്സൈറ്റഡ് ആണോ? ഇതിനോട് എനിക്ക് പറയാനുള്ളൂ,
ഇനി ഇങ്ങനത്തെ റോഡുകൾ കേരളത്തിലെ മറ്റുള്ളവർക്കും ഒരു സമ്മാനം പോലെ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതെല്ലാ പ്രാവശ്യം അയച്ചു കൊടുക്കാറുണ്ട്. ഏതാ ഇയർ നോക്കിയേ? 21 23 അതല്ല മാറ്റി 2023 വേണ്ടേ? അത് വേണേ. അത് ബയോപ്സി അല്ല. പോ നിങ്ങൾക്കറിയോ നോക്കിയോ? ഇത് ടെസ്റ്റ് ചെയ്യാമെന്ന് കൊണ്ട് തന്നത് ഇതാ. എനിക്ക് മനസ്സിലായി. ഇതില് ബയോപ്സി എടുത്തേ ഓരോന്ന് ഇത് പിന്നെ ഓരോന്ന് നോക്കിയിട്ടല്ലേ ചെയ്യാൻ പറ്റുമോ? ഞാൻ കണ്ടടിച്ചു. ഇത് ബയോപ്സി. ഇത് ബയോപ്സി ഇത് പറയാൻ പറ്റിക്ക് നോക്കണ്ടേ? എന്താ ബയോപ്സി പറയേണ്ടത്? നീ എടുത്തോട്ട് മാറ്റി വെച്ച് തരുമോ മേഡം? ജപ്പി ഇന്റർവ്യൂവിന് പോകാൻ നിൽക്കുകയാണ്. സോ നമ്മൾ വേഗം കഴിക്കട്ടെ. ചൂടുണ്ടാവും. സൂപ്പർ. ഞാൻ എന്റെ മോളെ പോലെ. ആ കവിതയുടെ മുഖം തിരിച്ചേ. ഇതിലെവിടെയാ ബന്ധമുള്ളത്? ഒരു ബന്ധമില്ല. അതല്ല ഞാനേ അന്ന് ഫോട്ടോ എടുത്തതിൽ നിങ്ങൾ രണ്ടാളും ഒരേപോലെയാണ് പറഞ്ഞത്. ആര് പറഞ്ഞത്? ആൾക്കാര് അത് വെറുതെ പറയാ. അവർക്ക് സമ്മതം. പക്ഷെ അച്ചാച്ചൻ ശിവന്റെ മകളാണ് കവിത. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ റെഡിയായി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഡ്രസ്സ് അല്ലായിരുന്നല്ലോ അത്. ആസ് യൂഷ്വൽ ഞാൻ ഫുഡ് കഴിച്ച് എൻ്റെ ഡ്രസ്സിൽ ഇതാക്കി കളഞ്ഞ് സ്പില്ല് ചെയ്തു. അപ്പോൾ അത് ഞാൻ മാറ്റി വേറെ ഡ്രസ്സാക്കി. ഇനിയിപ്പം സാധാ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് വണ്ടി വിടുകയാണ് പതിവ്. പക്ഷെ ഇന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നതുകൊണ്ട് ഇന്ന് ഞാൻ യൂബർ എടുത്തിട്ടാണ് പോകുന്നത്. സോ യൂബർ ബുക്ക് ചെയ്യണം. ഇത്തരം ബുക്ക് ചെയ്തിട്ടില്ല. താഴെത്തിയോ? 2 ഇന്റർവ്യൂസ് ഉണ്ടെന്ന്. ഓക്കെ ശരി. അപ്പൊ ഞാൻ പോവാണ്. പണിക്ക് പോയില്ലെങ്കിൽ പണിക്ക് പോയില്ലെങ്കിൽ ഇങ്ങനെ മാം വീണ്ടും അഖില് താഴെ വരില്ല. അതാണ് അഖില് സ്വഭാവം. പണ്ട് എന്നെ യൂബർ വരെ കയറ്റിയിരുന്നു. അതെന്താ എന്തിപ്പോ വന്നേ? എന്തിനിപ്പോ വന്നേ? അടക്കേ അത് അടയണ്ടേ? ഞാൻ പറയട്ടെ എന്റെ നാട്ടുകാരോട്. പണ്ടാണെങ്കിൽ അഖില് എന്താ പറയാ താഴെ വരെ വന്ന് എന്നെ സൈൻ ഓഫ് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യാം. വില്ലയിലല്ല, അരിസ്റ്റയിലുള്ളപ്പോഴും കോട്ടിയാറുള്ളപ്പോഴും താഴെ വരാറുണ്ടായിരുന്നു. അവൻ ചെയ്തതന്നെ അവന് ഓർമ്മയില്ല. ഓക്കെ ശരി. ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല കഴിച്ച. വണ്ടി വന്നു. ഇവിടുത്തെ ബാക്കിൽ വരുന്നുണ്ട്. വെറുതെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെറുതെ. ഓക്കെ ബൈ. ബൈ ബൈ. അപ്പോൾ ഞാൻ വണ്ടി കയറാണ് ഗൈസ്. ഇനി വണ്ടിയിലെത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കില്ല. നല്ല ബോറടിച്ചിട്ട് വയ്യ. അപ്പോഴാണ് കുഞ്ഞാറ്റൻ്റെ അടുത്ത് പറഞ്ഞത് പെരിക്കും ത്രെഡ് ചെയ്ത് തരാൻ. അപ്പം ഞാൻ ചെയ്തെടുക്കാൻ പോവാണ്. ചിലപ്പോൾ ഒരു പിരിക ഉണ്ടാവും, ഒരു പിരിക ഉണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും. റെഡി അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓഫീസിൻ്റെ അവിടെ. ഓഫീസിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ബിക്കോസ് ഇത് ഹെഡ് ഓഫീസിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ട് ആ മേലെ കയറി പോകുന്നതാണ് എൻ്റെ ഓഫീസ്. ബിഹൈൻഡ് വുഡ് സൈസ്. ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് ഫിംഗർ പ്രിൻ്റ് ഇല്ല. ഇനിയിപ്പോൾ അവിടെ തട്ടി നോക്കണം. അങ്ങോട്ട് കിടക്ക്. എനിക്ക് മീറ്റിംഗിന് സമയം. അപ്പം പിന്നെ മീറ്റിംഗ് തൂറാൻ മുട്ട നേരത്തെ വന്നിരിക്കണം. എനിക്കൊന്നും മുട്ടണില്ല. അവിടെ ഇല്ല. ഞാനുള്ളത് ഞാൻ ഇവിടെയാണ്. അവിടെ ഇല്ലേ? ഭയങ്കര മഴയാണ്. നമ്മുടെ ഷൂട്ടിനെത്തി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഷൂട്ടിനിടയിൽ ഞാൻ സ്വർണം വാങ്ങാൻ വന്നത്. അല്ല കൈ, ഷൂട്ടിനിടയിൽ സ്വർണം വാങ്ങുന്നതല്ല. ഇവിടെയാണ് ഷൂട്ട്. ഹായ് ആനന്ദ്. സൂപ്പർമാൻ. അതൊക്കെ എന്തിനാണാവോ? ഓക്കെ അങ്ങനെ
വീണ്ടും പറക്കാട്ടിലെത്തിരിക്കുകയാണ്. പറക്കാട്ടായിട്ട് എനിക്ക് എന്തെങ്കിലും കൊളാബറേഷൻ എപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്തായാലും വീട്ടിൽ വെറുതെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പം അമ്മേനെ കൊണ്ടിട്ട് വടക്കാഞ്ചേരി വരെ പോവാമെന്നൊന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് എന്തോ 2-3 പരിപാടികളുണ്ട്. അമ്മ മറ്റേ ഗ്രോസറി വാങ്ങി വന്നപ്പോൾ മുട്ട മറന്നു വെച്ചു എന്ന്. പിന്നെ അമ്മയ്ക്ക് വേറെ ATM എന്തോ പോകണം. എന്തായാലും പോകാമല്ലേ. സോ ലെറ്റ്സ് ഗോ. മഴ വരണ മുന്നേ പോയിട്ട് വരണം, അതാണ് ടാസ്ക്. ഹെൽമെറ്റ് എടുത്താ? ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഇതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാനാണ് 1 രൂപ കണ്ട് സഹായിക്കരുത്, കൊടുക്കരുത്. കണ്ടോ, അടുത്ത വർഷം എന്റെ ഡെയിലി വ്ളോഗിലാണ്. ഡെയിലി ഇട്ട് വെറുതെ ഡെയിലി എന്റെ ഇൻസ്പിറേഷൻ എന്നും ശ്രീലാലാണ്. ഓക്കെ, ഇവിടെ പാക്കിങ് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാവരും. ഗസ്റ്റ് ഒക്കെ പോയി. ഇനി എല്ലാവരും നേരെ ചായ പിടിച്ച് പിരിയാൻ പോകണം. ചായ ഇല്ലടാ? ചായ വാങ്ങി തരില്ലേ? ഞങ്ങളുടെ ഓഫീസിൽ ചായ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായ നാട്. ഫുൾ മഴയൊക്കെ ആയിട്ട് വലിയ വെളിച്ചമൊന്നുമില്ല. അച്ഛനറിയാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അച്ഛൻ ഉണരുന്നതിന് മുന്നേ പോയിട്ട് വരണമെന്നാണ് അമ്മ പറയണേ. വേഗം പിടിയിടാകും. മൈൻഡ് പോലും ചെയ്യാനുള്ള ശ്രീലാല്. നമുക്ക് പോവല്ലേ? ഓക്കെ ഗൈസ്, ഞാനാണെങ്കിൽ ബോറടിച്ചിട്ടിരിക്കുക. അപ്പം ഞാനിവിടെ കുറച്ച് മറ്റേ പാൽപ്പാട് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് മൂത്ത് തേച്ചു കൊണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ. ആണ്ടിലൊരിക്കലും വല്ലപ്പോഴും വീട്ടിൽ വരുമ്പം മുറ്റത്തുള്ള പപ്പായ പൊട്ടിച്ചിടുക, അല്ലെങ്കിൽ ഇതേപോലെ പാലിൻ്റെ പാട തയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് എൻ്റെ മുഖം നോക്കാറൊന്നുമില്ല. ദിവസം 1 നേരം മുഖം കഴുകി അത്ര തന്നെ. ഗൈസ്, നിങ്ങളവിടെ എന്ത് ചെയ്യുന്നു? എനിക്കിവിടെ ബോറടിച്ചിട്ട് വയ്യ. കാക്കനാട് മെട്രോ വരുന്നതിന്റെ തിരക്കാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ജിഷാദുക്ക എന്തോ പറയാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്കാണ്, വണ്ടി കയറൂല ഗായ്സ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തി. ഭയങ്കര ബ്ലോക്കാണ്. കാക്കനാട് കൊച്ചി ഏരിയയിൽ മെട്രോന്റെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ബ്ലോക്കാണ്. അപ്പോൾ ഞാനിവിടെ എത്തി എന്നുള്ള വിവരം ഞാൻ അഖില വിളിച്ച് പറഞ്ഞിട്ടില്ല. അഖിൽ എന്താ ചെയ്യണേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അഖിൽ അവിഹിതമൊന്നും ചെയ്തില്ല ഗൈസ്. ഞാൻ ആ വിഹിതം നടത്തുമെന്ന് വിചാരിച്ചിട്ട് എന്നെ സർപ്രൈസ് അടിച്ചാണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു. ലുക്ക് ബാക്ക്. ഗുഡ് നൈറ്റ്. എന്താ ഞാൻ പറഞ്ഞല്ലോ നിന്നോട് കഴിക്കാൻ. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഫുഡ് അവനുള്ളത് ഓർഡർ ചെയ്തു, എനിക്ക് ഓർഡർ ചെയ്യാണ്ട്. സോ ഞാൻ എനിക്കുള്ളത് ഓർഡർ ചെയ്തു. അവനാൻ ഓർഡർ ചെയ്ത് മാത്രം അവനാൻ കഴിക്കുള്ളൂ കേട്ടോ. ഫുഡ് കഴിച്ചിട്ടാണ് വരാറ്. ആൻഡ് ഷി വാസ് ഇൻ ദ മിഡിൽ ഓഫ് ഷൂട്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ. ഓക്കെ, വേറെ ഒന്നുകൊണ്ടല്ല. ഞാൻ വെയിറ്റ് ചെയ്തു കഴിച്ചിട്ടില്ല. അപ്പോ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ബൈ ഗൈസ്. ശരി, ബൈ. നമ്മുടെ ലഞ്ച് ടൈമാണ്. അപ്പോൾ വീട്ടിലായതുകൊണ്ട് നല്ല മുരിഞ്ഞ ഇലക്കറിയും നല്ല തൈരും ആൻഡ് ഫിഷ് ഫ്രൈ. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നത് ഫിഷ് ഫ്രൈ. കാരണം പൂജാപ്പി ഫിഷ് കഴിക്കാത്ത കാരണം വലിയ കാര്യമായിട്ട് അവിടെ വാങ്ങാറില്ല, ജോവും കഴിക്കില്ല. സോ ഇതൊക്കെ തീർത്ത് ഞാൻ 2 വട്ടം കഴിക്കും. എന്തെങ്കിലും സ്വീറ്റ് കഴിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ മനസ്സ് വായിച്ചുകൊണ്ട് എൻ്റെ പ്രിയതമ്മ ഓവറാക്കല്ല. അവൻ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് മെസ്സേജ് വേണം. അപ്പം ഞാൻ വേണമെന്ന് വെച്ച് മൈൻഡ് ചെയ്തില്ല. അപ്പം കുറച്ച് മുന്നേ കൂടെ പറഞ്ഞോളൂ, ഞാനൊക്കെയാണെ വാങ്ങിത്തരും, ഞാനൊക്കെയാണെ വാങ്ങിത്തരുന്നത്. വാട്ട് എ ടൈമിങ്. ഞാൻ മുന്നേ ഓർഡർ ചെയ്തിട്ട് എന്താ സാമി എന്താ നമുക്ക് വേണം റെഫറൻസ് ഓർഡർ ചെയ്യണ. സോഫയിൽ കയറി ഫുഡ് കഴിക്കണ്ട. നല്ല ടേസ്റ്റ്. പൂജാപ്പി, അഖിൽ, ജോ, what are you guys eating? എവിടെ എത്തി? വീട്ടിൽ നിന്ന് ഇറങ്ങണോ ജോ? സീരിയസ്ലി വീട്ടിൽ നിന്ന് ഇറങ്ങണുള്ളൂ. എത്ര നേരമായിട്ടാ?
എടപ്പള്ളി എന്ന് ഇറങ്ങണുണ്ട്. എടപ്പള്ളിയോ വേഗം വരും. Her face was like, you're fixing it 12 o'clock in my parents' room. What is wrong in fixing 12 o'clock at parents' room when they're sleeping? They're just 83. Okay, bye. ഇല്ലാത്ത ബാക്ക് പാക്കിംഗ് ബിസിയാണ്. പക്ഷേ മെയിനായിട്ട് പോകേണ്ട ആളോട് ഇറക്കണുണ്ടോ എന്താ പോത്തു ടെൻഷൻ മാ എന്താ ചോറാ എന്നാ ബാ. ഞാൻ ഇവിടെ നിന്ന് വീണ്ടും പ്രിപ്പയർ ചെയ്യണം ഗൈസ്. എനിക്ക് നാളെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ജോ ഹാരോൾഡ് എന്താ പറയുക ഇപ്പം എത്തും എന്ന് തോന്നുന്നു. വെയിറ്റിംഗ്. എൻ്റെ മേക്കപ്പ് ഒന്നും ഞാൻ കഴുകി കളഞ്ഞിട്ടില്ല. ഞാൻ എന്നിട്ട് അങ്ങോട്ട് കിടക്ക് മുഖമൊക്കെ ഒരു മാതിരി ഉണ്ടാവും. നിങ്ങൾ പറയുമോ നേരത്തെ മുഖം നല്ല ഭംഗിയുള്ള പോലെ. ബൈ ഗൈസ്, ജോ ഈസ് ഹിയർ. What's not down? Okay. Terrible day. Fantastic. എന്താ രാവിലെ വെള്ളപ്പൊക്കം, വർക്കേഴ്സിന് വരാൻ പറ്റുന്നില്ല. 7 മണിക്ക് അവിടുന്ന് വരേണ്ട വണ്ടി രാത്രി 7 മണിക്കാണ് അവിടുന്ന് പുറപ്പെട്ടത്. രാത്രി 11:30 ഒരു അപ്പാപ്പൻ്റെ അമ്മ ഉറങ്ങണ റൂമിൽ മിറർ വെച്ച് ഫിക്സ് ചെയ്തിട്ട് എന്നിട്ട് അവിടുത്തെ പെണ്ണ് തന്നെ പണി തീരണം വരാ. അത് ഇങ്ങനെ ഇന്നത്തെ ദിവസം സഹിച്ചാൽ മതിയില്ലേ, ഡെയിലി ഡ്രില്ലിംഗ് ഇല്ലല്ലോ. ആൻഡ് ഇവിടെ കുറച്ച് എല്ലാവരും ഹോസ്പിറ്റലൊക്കെ പോകണതിൻ്റെ വിഷമത്തിലും ടെൻഷനിലൊക്കെയാണ്. ഐ എം ജസ്റ്റ് ഹാവിങ് മൈ ഡിന്നർ. ഇങ്ങനെ ആളുകൾ കഴിക്കുന്നു എനിക്കറിയില്ല. ചപ്പാത്തി ഉള്ളിൽ പഴം വെച്ചിട്ട് അതിന് വിശക്കണമില്ല, പക്ഷെ വെറുതെ കഴിക്കാം. കൊച്ചിയിലായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും ഒരുമിച്ചൊന്നും കഴിച്ചാൽ ലുക്കിൽ വ്ളോഗ് ചെയ്യണം എന്നുള്ളൊരു കമന്റ് കമന്റ്സ് ഓഫ് ഇല്ല. അഖിൽ ഈ ലുക്കിലാണ് അഖിൽ ഇനി വ്ളോഗ് ചെയ്യണ്ട്. അഖിൽ ഇനി പറഞ്ഞു അങ്ങനെ പിടിച്ച് പറഞ്ഞു ഹായ് ഗായ്സ് എന്ന് പറയും. Hi guys, this is my last vlog. Bye guys. നാളെ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇത് എന്നോട് സ്നേഹം ഉണ്ടല്ലോ. അതെ തമാശലാണ്. നാളെ ജോലി പോകുമ്പോ ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും സ്വത്തും കൂടിയിട്ട് ഫാമിലി ട്രാൻഡ്രത്തേക്ക് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് അതവർ പോണതും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവരും ഭയങ്കര ടെൻഷനിലും ഭയങ്കര ധൃതിയിലൊക്കെ ആയിരുന്നു. എല്ലാം നല്ല ഇതിൽ നടക്കും. എനിക്ക് കരച്ചിൽ വരുന്നു. അപ്പം എന്തായാലും നാളെ കാണാം. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ് ഗൈസ്. ഞാൻ കിടന്നു. സമയം 3 മണിയോളായി. അഖില് എഡിറ്റിങ്ങിലാണ്. എന്താ പറയുക, ഡെയിലി വ്ളോഗ്സ് എഡിറ്റ് ചെയ്യാൻ ഇപ്പം അഖിലാണ് ചെയ്യണത്. എളുപ്പമല്ല ഡെയിലി വ്ളോഗ് എടുത്തിട്ട് എഡിറ്റ് ചെയ്യാന്നുള്ളത്. വന്ന് കിടക്ക് മതി. കുളിക്കാം, കിടന്നുറങ്ങി എന്നിട്ട് കുളിച്ചാം. Good night.